ദിവസമായി കാസർകോട്ടെ ദേശീയപാത വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെയുള്ള കുറെ കാഴ്ചകൾ നമ്മൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. നമ്മൾക്കൊരു യാത്ര പോയി വരാം. ആദ്യ റീച്ചിൽ പ്രതിഷേധമുയർന്നിരുന്നത് അണ്ടർപാസുകൾക്കും മേൽപ്പാലങ്ങൾക്കും വേണ്ടിയായിരുന്നു. അതിൽ പലതും യാഥാർത്ഥ്യമാവുകയും ചെയ്തു. എന്നാൽ രണ്ടാം റീച്ചിലെത്തിയാൽ ഇതല്ല അവസ്ഥ. നേരെ ചട്ടഞ്ചാലിലേക്ക്. ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു മഴയുണ്ടായ ഒരാഴ്ചക്കാലം ഈ പ്രദേശത്ത്. റോഡിൽ മൊത്തം വിള്ളലാണ്. ഇവരെവിടെയൊക്കെ ഫില്ല് ചെയ്തോ അവിടെയൊക്കെ വിള്ളലാണ്. താഴെ ഒരു താൽക്കാലികമായ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്നാണ് നാട്ടുകാരുടെ ഞങ്ങളൊക്കെ അഭിപ്രായം. കാഞ്ഞങ്ങാട് കല്യാൺ റോഡിലേക്ക്. ഇപ്പോഴും ഇവിടെ സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കാൻ നിർമ്മാണ കമ്പനിക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. സർവീസ് റോഡ് തകർന്നതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായ കാഞ്ഞങ്ങാട് കുളിയങ്കാലിലേക്കാണ് ഇനി പോകുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, സാധാരണ ഒരു വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് കൃത്യമായൊരു ഭയത്തോടെയായിരിക്കും രാത്രിയൊക്കെ ഇതിലെ പോകേണ്ടത്, എങ്ങനെ താഴെ വീഴോ അല്ലെങ്കിൽ ഒരു ഭയത്തോടെയാണ് ജനങ്ങളൊക്കെ ഇതിലെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറയാണിത്. വീരമലക്കുന്ന് എന്നാണ് ഈ കുന്നിന്റെ പേര്. ഈ കുന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ശാസ്ത്രീയ അടിത്തറയിലുമില്ലാതെയാണ് ഇടിച്ചു നികത്തി ഒരു ഭാഗം പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നത്. നേരെ മട്ടലായി കുന്നിലേക്ക്. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയിലെ ഒരു തൊഴിലാളിക്കും ഇവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഈ സർവീസ് റോഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു 10-20 വീട്ടുകാർ മാത്രം വഴി മുട്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ നിന്നും ചളി ചവിട്ടി കുട്ടികൾ വന്ന് ഈ കാണുന്ന ദേശീയപാത അരികിൽ വന്നിട്ട് വേണം സ്കൂൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടി. അവിടെ നിന്നും ഏറ്റവും ഒടുവിൽ വിള്ളൽ കണ്ടെത്തിയ പിലിക്കോട്ടേക്ക്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതി അല്പം ലാഘവത്വം കാണിച്ചില്ലേ എന്ന ഒരു സംശയമാണ് ഇന്ന് പരിസരവാസികൾക്ക് മൊത്തമുള്ളത്. കാസർഗോഡ് നിന്ന് ദേശീയപാതയിലൂടെ നമ്മൾ ആരംഭിച്ച യാത്ര ഇപ്പോൾ ജില്ലാതിർത്തിയായ കാലിക്കടവിൽ എത്തി നിൽക്കുകയാണ്. ഈ നാട്ടുകാർക്ക് പറയാനുള്ള സങ്കടങ്ങളും പ്രതിഷേധങ്ങളും പരിഹാരങ്ങളും എല്ലാം തന്നെ അവർ മാതൃഭൂമി ന്യൂസിന് മുൻപിൽ വെച്ചു കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.